ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഇന്നെത്ര ഡേറ്റ് മക്കളെ? ഫെബ്രുവരി 14. എന്താ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? വെള്ളിയാഴ്ച. മാഷാ അല്ലാഹ്. ഇവിടെ വേറെ ആരോ എന്തോ ഒരു ഉത്തരം മുമ്പിൽ പറഞ്ഞോന്ന് ഞാനിന്ന് കേട്ട പോലെ തോന്നി. ഇല്ല, എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല അല്ലേ? ഒരു പ്രത്യേകത ഇല്ല എന്ന് മാത്രമല്ല, പിഴച്ച ആളുകൾ എന്ത് ചെയ്യാണ്? പിഴച്ച ആളുകൾ വ്യഭിചരിക്കാൻ വേണ്ടി എന്ത് ചെയ്ത് തിരഞ്ഞെടുത്ത ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അത് നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉറക്കെ പറഞ്ഞേ. ഇല്ല. നമ്മൾ ആരാണ്? നമ്മൾ മുഅ്മിനായ അല്ലേ? നമ്മൾ മുസ്ലിമീങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ട അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു കുറച്ച് ആളുകൾ മാത്രമാണ് നമ്മളെന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യാനേ പാടുള്ളൂ? അള്ളാഹു കൽപ്പിച്ചത് മാത്രമേ നമ്മളെ പ്രവർത്തനങ്ങളിൽ വരാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം ഇന്നെന്താണ്? നേരത്തെ നിങ്ങൾ പറഞ്ഞതാണ് കറക്റ്റ് ഉത്തരം. ഇന്നെന്താ? വെള്ളിയാഴ്ചയാണ്. അതല്ലാതെ മറ്റുള്ള നാട്ടിലുള്ള ആളുകൾ കൂത്താടുന്നത് പോലെ അല്ലേ, ഒരു ലജ്ജയില്ലാതെ ഒരു കൂത്താടുന്നത് പോലെ ആര് എന്തൊക്കെ ചെയ്താലും അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണോ? അല്ല. നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും, ദുആ ചെയ്യാൻ പറ്റും അല്ലേ? അള്ളാഹുവേ, ഈ കണ്ട എന്താ പറയുക ബൊലാലത്തിലുള്ള വഴികേടിലായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും റബ്ബേ നീ എന്ത് കൊടുക്കണേ? ഹിദായത്ത് നൽകണേ. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി അത് കൂടാതെ ഇന്നിപ്പോൾ ഫെബ്രുവരി 14 എപ്പോഴാണ് നമ്മൾ റമദാൻ വരുന്നത്? മാർച്ച് 1, 2 ആ ഒരു മാസം കാണുന്നതിനനുസരിച്ചാണ് റമദാൻ വരാനായിട്ട് പോകുന്നത് അല്ലേ? കഴിഞ്ഞ വർഷം റമദാനിൽ ഉണ്ടായിരുന്ന എന്നാൽ ഈ വർഷം റമദാനിൽ ഇല്ലാത്ത ഒരുപാട് ആളുകൾ ചിലപ്പോൾ നിങ്ങളെ കുടുംബത്തിലുണ്ടാവും. റൈറ്റ്? അപ്പം ഈ റമദാനിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ റമദാനിലേക്ക് ഒരുങ്ങേണ്ടത്, എങ്ങനെയാണ് റമദാനിനെ വരവേൽക്കേണ്ടത് എന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ഒരു നസിഹത്താണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് റമദാൻ്റെ പ്രത്യേകത മക്കളെ? റമദാൻ്റെ പ്രത്യേകത എന്താണ്? അള്ളാഹുവിൻ്റെ സംസാരമായ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് ഖുർആനിലുള്ളത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്താണ്? നിങ്ങളെല്ലാവരും ബറക്കല്ലാഹ് ഖുർആൻ പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ? നിങ്ങളെല്ലാ ദിവസവും രാവിലെ ഇരുന്ന് ഖുർആനിൽ നിന്ന് അള്ളാഹുവിൻ്റെ സംസാരമായ ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്ന കുട്ടികളാണ്. ഈ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്മാർഗത്തിലേക്കുള്ള ഒരു വെളിച്ചമാണ് ശരിക്കും പറഞ്ഞാൽ ഖുർആൻ എന്ന് പറയുന്നത്. എന്താണ് ശരി, എന്താണ് തെറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഖുർആൻ പഠിക്കുന്ന കുട്ടികളായ നിങ്ങൾ ഖുർആൻ നിങ്ങൾ കുറച്ചെങ്കിലും മനഃപ്പാഠമാക്കിയാൽ ആ ആളുകൾ സന്മാർഗത്തിലേക്ക് എത്താൻ സാധ്യത ഉണ്ടോ? ഉണ്ട് അല്ലേ? കാരണം നിങ്ങൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്. അത് പക്ഷെ എങ്ങനെ പഠിക്കണം? അതെങ്ങനെ പഠിക്കേണ്ടത്? അത് നിങ്ങളെ ഹൃദയത്തോടുകൂടി, ഹൃദയ സാന്നിധ്യത്തോടു കൂടി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇങ്ങനെ നമുക്ക് പറഞ്ഞ് അങ്ങനെ വേണം നമ്മൾ ഡീപ്പായിട്ട് അത് ഒരായത്താണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു വിഷയമാണ്. നിങ്ങളൊരു ആയത്താണ് പഠിക്കുന്നത് എങ്കിൽ പോലും ആ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നോക്കണം. എക്സ്ക്യൂസ് മീ. ഓക്കെ. അപ്പോഴാണ് നമ്മളെ ഹൃദയത്തിൽ എന്തുണ്ടാവുള്ളൂ? മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ഇപ്പം നമുക്കറിയാം ഒരുപാട് ആളുകൾ ഖുർആൻ പഠിച്ച ആൾക്കാരായിരിക്കും.
നല്ല ഖുർആനിൽ നല്ല ഇൽമുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ അവരുടെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഖുർആൻ, ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് പരിചയമുള്ള ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഒരു ആൺകുട്ടി ഇവിടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്താണ്, ഖുർആൻ പൂർത്തിയാക്കിയതാണ്. പൂർത്തിയാക്കി അവന് കോളേജിൽ കയറി പിന്നീട് നമ്മൾ കേൾക്കുന്ന വിവരം അവൻ്റെ റൂമിൽ കെട്ടിത്തൂങ്ങി മരിച്ചു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അറിയുന്നത്. ഖുർആൻ പഠിച്ച കുട്ടി എന്ത് ചെയ്യാണ്, ആത്മഹത്യ ചെയ്യാണ്. ഖുർആൻ മുഴുവൻ പഠിച്ച കുട്ടി. അങ്ങനെ ഒരു ഖുർആൻ മുഴുവൻ പഠിച്ച ഒരു കുട്ടി, നമ്മളെപ്പോഴും വിചാരിക്കും ഓ ഖുർആൻ പഠിച്ച കുട്ടി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അത് ഹൃദയത്തിലേക്ക് ഇറങ്ങാതിരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരിക. വൺസ് ഖുർആൻ നിങ്ങളെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മക്കളെ, ഈ ദുനിയാവിൽ എന്ത് കുന്തം സംഭവിച്ചാലും, ദുനിയാവിൽ ഒരുപാട്, ഈ ദുനിയാവ് തന്നെ നമുക്ക് ഏറ്റവും വലിയ പരീക്ഷണമാണ്. ഇവിടുന്ന് ഒരു പരീക്ഷണമില്ലാത്ത, ഒരു പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതവും ഈ ദുനിയാവ് കഴിഞ്ഞ് പോവില്ല. നിങ്ങൾക്ക് പരീക്ഷ പാസ്സാവാതെ എപ്പോഴെങ്കിലും അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാൻ പറ്റുമോ? ഓർ എന്തായി കഴിഞ്ഞാലും നിങ്ങൾ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ അത് ഈ ദുനിയാവിത്തെ റൂളാണ്. പരീക്ഷ എന്ത് ചെയ്യണം, നിങ്ങൾ പാസ്സാവണം. അതേപോലെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആണോ അല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെക്ക് ചെയ്യാൻ തന്ന ഒരു വലിയൊരു പരീക്ഷണമാണ് നമുക്ക് ഈ ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ദുനിയാവിൽ ഈ പരീക്ഷയിൽ തന്നെ നമ്മൾ തോറ്റ് പോവാതിരിക്കട്ടെ. ആ തോറ്റു പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം, ജീവിതം അവസാനിപ്പിക്കണം, ഇനി മതിയെ, ഇനി വേണ്ട, കാരണം ഉമ്മയും തമ്മിൽ പ്രശ്നം, സിബ്ലിങ്സ് തമ്മിൽ പ്രശ്നം, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം, അല്ലെങ്കിൽ ഉമ്മക്കും ഉപ്പക്കും ആരാ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടാം, നമുക്ക് രോഗങ്ങൾ കൊണ്ട് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതത്തിൻ്റെ, ഈ ദുനിയാവിൻ്റെ എന്താണ്, ഓരോ പരീക്ഷണങ്ങളാണ്. അത് ഖുർആൻ നിങ്ങളെ ഉള്ളിൽ ഒരിത്തിരിയെങ്കിലും വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നം ഉണ്ടാവുമോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും, എന്ത് പ്രോബ്ലം വരുമ്പോഴും ഒരു മുമ്മിൻ്റെ വായിൽ നിന്ന് എന്താ വരാമെന്നറിയോ, അൽഹംദുലില്ലാഹ് അല്ലേ? ഒരു മുള്ളു തറയ്ക്കുമ്പോഴും നമ്മൾ പറയേണ്ടത് എന്താണ്, നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാഹ്. കാരണം അതിലെന്തുണ്ട്, അതിൽ നമുക്കൊരു പ്രതിഫലമുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന ഒരു ആയത്താണ് ഫമൻ ഷഹിദ മിൻകും ശഹറ ഫൽയസൂം. അതായത് ആരെങ്കിലും ഈ മാസം സന്നിധരായാൽ, അഥവാ റമളാൻ മാസം നിങ്ങൾക്ക് വന്നെത്തിയാൽ അവൻ നോമ്പെടുക്കട്ടെ. ഈ നോമ്പെടുക്കൽ ആർക്കാണ് നിർബന്ധം? ആർക്കാ നോമ്പെടുക്കൽ നിർബന്ധം? പ്രായപൂർത്തിയായ എല്ലാ ആളുകൾക്കും. അതായത് നിങ്ങളൊക്കെ പെൺകുട്ടികളാണ്, നിങ്ങളൊക്കെ പീരിയഡ്സ് ആയി ഉണ്ടാവില്ലേ? പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നോമ്പെടുക്കൽ എന്നാണ്, നിർബന്ധമാണ്. അത് മാത്രമല്ല, പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ ഈ വർഷം നിങ്ങൾക്ക് 7 നോമ്പ് മിസ്സായിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലമാകുമ്പോഴേക്കും നിങ്ങൾ ആ നോമ്പ് പിടിച്ചു വീട്ടണം. നിങ്ങൾ അമ്മമാർ പറയും കുഞ്ഞു മക്കളല്ലേ, നിങ്ങൾ ചെറുതാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പിടിച്ചു വീട്ടണ്ട എന്നൊക്കെ പറയും. പക്ഷെ അത് ആർക്കാ ബാധകം? ഓക്കെ, നിങ്ങൾക്ക് പീരിയഡ്സ് മെൻസ്ട്രേഷൻ ആയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഒരു അഡൾട്ടായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇസ്ലാമിൽ ചിത്രീകരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ നോമ്പ് ആർക്കെങ്കിലും മിസ്സായി പോയിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളത് പിടിച്ചു വീട്ടാൻ വേണ്ടി ശ്രമിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് നിങ്ങൾക്ക് പല ശാരീരിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം, ഫിദിയ കൊടുത്തിട്ട് അത് ആ ഒരു കടമ നമ്മൾ, അതൊക്കെ എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തത് നമ്മൾ ഈ നോമ്പിൻ്റെ ഇങ്ങനത്തെ റൂൾസ് മാത്രമായിട്ട് നമുക്കൊരു സെഷൻ വെക്കാം. ഓക്കെ, ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അതാകും റമളാൻ, നിങ്ങൾക്കിതാ റമളാൻ വന്നെത്തിയിരിക്കുന്നു. ഷഹറുൻ മുബാറക്. എന്താ പറയുന്നത്? ഷഹറുൻ മുബാറക്. എന്താണ് ഷഹറുൻ മുബാറക് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ബർക്കത്ത്, ഒരുപാട് ബർക്കത്തുകൾ, അനുഗ്രഹങ്ങൾ വരുന്ന അല്ലെങ്കിൽ ഉള്ള മാസം. എന്നിട്ട് അടുത്ത ഭാഗത്തെ ഹദീസിൽ പറയാണ് ഫറദല്ലാഹു അസ്സ വജൽ അലൈക്കും സിയാം, നോമ്പ് നോൽക്കാൻ അള്ളാഹു എന്താക്കി, നിങ്ങളുടെ മേൽ, അലൈക്കും സിയാൻ, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കി. നോമ്പെടുക്കൽ എന്താണ്, നമുക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് എന്താ സംഭവിക്കണം മക്കളെ? ആ മാസം സംഭവിക്കുന്നത് ആകാശത്തിൻ്റെ കവാടങ്ങൾ എന്ത് സംഭവിക്കും? ആകാശത്തിൻ്റെ കവാടങ്ങൾ
തുറക്കപ്പെടും. നന്മകൾക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം. അതേപോലെ പിന്നെന്താ സംഭവിക്കുക? നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടുന്ന മാസം. ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ ഒരു നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒന്ന് ആലോചിക്ക്, എപ്പോഴാണ് റമദാൻ തുടങ്ങുക? മാസം കാണുമ്പോൾ അല്ലേ? ഈ മാസം കാണുന്നതോടുകൂടി ആ ചന്ദ്രൻ അവിടെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു പ്രാർത്ഥന പറയാനുണ്ടല്ലേ? റമദാൻ കാണുമ്പോൾ അല്ലെങ്കിൽ മാസം കാണുമ്പോൾ ഉള്ള പ്രാർത്ഥന. പക്ഷെ ആ പ്രാർത്ഥനയോടുകൂടി ആകാശത്ത് നടക്കണ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പ്രാർത്ഥനയോടുകൂടി റമദാൻ ഇങ്ങോട്ട് തുടങ്ങുന്നതോടുകൂടി എന്ത് ചെയ്യാണ്? ആകാശത്തിൻ്റെ വാതിലുകൾ ഇങ്ങനെ തുറക്കാണ്. നമുക്കത് കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് എന്താ സംഭവിക്കണത്? അതേ സമയത്ത് സുബ്ഹാനല്ലാഹ് നരകത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ആരും വഴികേടിലേ ആയി പോകില്ലല്ലേ? നമ്മളെല്ലാവരും അത് ആലോചിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക, ആ ഒരു എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് ആലോചിച്ചിട്ട് നമുക്ക് തെറ്റുപോലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടല്ലേ? അപ്പം നിങ്ങൾ ഈ നോമ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ റമദാൻ തുടക്ക സമയത്ത് മാസപ്പിറവി കാണുമ്പോൾ ആ ദുആ ചെല്ലണ സമയത്ത് നിങ്ങളെ മനസ്സിലിങ്ങനെ ആലോചിക്കണം, ആകാശത്തിൻ്റെ വാതിലുകൾ നിങ്ങളെ നന്മക്ക് വേണ്ടി തുറക്കുന്നതും എന്നാൽ നരകത്തിൻ്റെ വാതിലുകൾ തിന്മകൾക്ക് വേണ്ടിയിട്ട് അടക്കപ്പെടുന്നതും എല്ലാ പിശാചുക്കളെയും എന്ത് ചെയ്യും? എല്ലാ എല്ലാ ശൈത്താനുകളെ ഫിത്തന ഉണ്ടാക്കണ എല്ലാ ശൈത്താനുകളും എന്ത് ചെയ്യും? എന്താ ചെയ്യുക? അള്ളാഹു ബന്ധിക്കും എന്നാ പറയുന്നത്. കെട്ടിടുന്ന സമയമാണ്. അപ്പം എന്നിട്ടും നോമ്പിൻ്റെ സമയത്ത് കുറേ ആൾക്കാർ തെറ്റ് ചെയ്യണ്ടല്ലോ. കുറേ ആൾക്കാർ 4 നോമ്പിൻ്റെ സമയത്ത് തെറ്റ് ചെയ്യണ്ടല്ലോ. അതെന്താ അപ്പം അങ്ങനെ? അത് നിങ്ങളുടെ നെഫ്സ് ചെയ്യാണ്. ചില ആൾക്കാർ ചോദിക്കും, എന്താ പറയുക, തെറ്റും ശരിയും അള്ളാഹുവിൽ നിന്നല്ലേ? തെറ്റും ശരിയും അള്ളാഹുവിൽ നിന്നല്ലേ? ഈ പിശാചല്ലേ നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കണത്? പിന്നെന്തിനാ നമ്മളെ ശിക്ഷിക്കണമെന്നൊക്കെ റീസെൻ്റ് അടുത്തും കൂടി നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടി വന്നിട്ട് ഒരു ചോദ്യം, ഇത്തരത്തിലുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്തില്ല, നിങ്ങൾ ആലോചിക്കണം, തെറ്റില്ല. പക്ഷെ അതിങ്ങനെ ആലോചിച്ച് അതിൽ എന്താ പറയുക, ലാസ്റ്റ് അത് കുഫറിലേക്ക് എത്തുന്ന രൂപത്തിൽ ഡീപ്പായിട്ട് നിങ്ങൾ ചിന്തിക്കാനും പാടില്ല. ചില കാര്യങ്ങൾ നമ്മളെന്താണ്, അള്ളാഹു പറഞ്ഞു, അത് നമ്മൾ വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ സമയത്ത് എന്താവും? പിശാചുക്കളെ ബന്ധിക്കപ്പെടും. ആ സമയത്ത് ചെയ്യുന്ന എല്ലാ തെറ്റുകളും അതിൽ പിശാചിന് എന്തില്ല, യാതൊരു റോളും ഉണ്ടാവില്ല. നിങ്ങൾ ഫോണിൽ കളിക്കുകയാണെങ്കിൽ, നിങ്ങൾ സിനിമ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ സമയത്ത് റമദാൻ്റെ സമയത്ത് പോലും ഈ മൊബൈൽ ഫോണിലിരുന്ന് മ്യൂസിക് കേൾക്കുന്നുണ്ടെങ്കിൽ, പാട്ടുകൾ കേട്ട് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ സ്വഭാവം മോശമാണെങ്കിൽ അതിലെന്തില്ല മക്കളെ? പിശാചിന് അതിൽ യാതൊരു റോളും ഇല്ല. ഇറ്റ്സ് ബിക്കോസ് നിങ്ങൾ ആ തിന്മ ചെയ്യാൻ നിങ്ങൾ ചൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ്, നമ്മുടെ നെഫ്സ് ഒരുപാട് എന്തുണ്ട്, ചില തെറ്റുകളെ നമ്മൾ ചെയ്ത് ഒരു സമയത്ത് പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പിശാചിന് നിങ്ങളെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആ തെറ്റ് ചെയ്ത് പിശാചില്ലെങ്കിൽ പോലും നിങ്ങൾ ആ തെറ്റിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ചില ആളുകൾ എന്താ പറയുക, തെറ്റ് ഏതാ ശരി ഏതാന്ന് പോലും മനസ്സിലായി കളവ് പറഞ്ഞ് അങ്ങനെ ഉണ്ട്. ആദ്യമൊക്കെ കളവ് പറയുമ്പോൾ മനസ്സിലൊരു വേജാറുണ്ടാവും, ഞാൻ ഇപ്പോൾ പറഞ്ഞ കളവാണല്ലോ, ഞാൻ എൻ്റെ അമ്മനോട് കളവ് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ എൻ്റെ അപ്പനോട് ഞാൻ കളവ് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ടീച്ചറോട് കളവ് പറഞ്ഞല്ലോ എന്നൊക്കെ ഒരു മനസ്സിലൊരു കുത്തുണ്ടാവും. പക്ഷെ കളവ് പറയൽ സ്ഥിരമായ ഒരു ഏർപ്പാടാക്കിയ ആൾക്കാരാണെങ്കിലോ നമുക്ക് തന്നെ അത്ഭുതമാവും. സത്യം പറയുന്ന പോലെ അതിസമർത്ഥമായി കളവ് പറയുന്ന ആളുകളുണ്ട്. നമുക്ക് മനസ്സിലാവില്ല. കാരണം ഈ കളവ് പറഞ്ഞ് ആ കുട്ടിക്ക് തന്നെ അറിയില്ല ഞാൻ പറയുന്ന കളവാണോ സത്യമാണോ എന്നുള്ള ആ അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആരും എത്തിക്കാതിരിക്കട്ടെ. അപ്പം അതിൻ്റെ കൂടെ ചേർത്ത് പറയാണ്, മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിം. ആർക്കെങ്കിലും ഈ മാസത്തിൽ, ഇത് ഭയങ്കര നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാട്ടോ. ഞാനിത് എഴുതുന്ന സമയത്ത് എൻ്റെ മനസ്സൊന്ന് പടച്ചൊരു ഭാഗമാണ്. ആർക്കെങ്കിലും ഈ മാസത്തെ നന്മകൾ തടയപ്പെട്ടാൽ അവന് എല്ലാ നന്മകളും തടയപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആലോചിക്കണം ഈ പോയിന്റ് നിങ്ങൾ ആലോചിക്കണം. അതായത് നമുക്ക് എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹിൻ്റെ റഹ്മത്ത് നിങ്ങൾ ആലോചിക്കണം, അള്ളാഹുവിൻ്റെ കാരുണ്യം. നമ്മളെപ്പോഴും പറയില്ലേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാൻ റഹീം എന്ന് നമ്മൾ പറയില്ലേ? ആ റഹ്മാൻ്റെ റഹ്മത്ത് എത്ര നിങ്ങൾ ആലോചിക്കണം. നമുക്ക് ഓരോ ദിവസവും എന്ന് പറഞ്ഞ പോലെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ? നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അള്ളാഹ് നമുക്ക് ചാൻസ് തരുന്നുണ്ട്. എപ്പോഴൊക്കെ? രാവിലത്തെ അദ്കാർ,
വൈകുന്നേരത്തെ അദ്കാറ്, രാവിലെ മുതൽ അല്ലെങ്കിൽ സുബൈ കഴിഞ്ഞ് ഓരോ 5 ഫർള് നമസ്കാരത്തിൻ്റെ എന്താ അതിൻ്റെ പ്രതിഫലം എന്താണ്? ഒരു ഫർള് നമസ്കാരം നിങ്ങൾ പ്രോപ്പറായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഫർള് വരെയുള്ള നിങ്ങളെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ആലോചിച്ച് നോക്ക്, ഒരു ദിവസം തന്നെ. അതേപോലെ ഈ ആഴ്ചയിൽ, ഓരോ ആഴ്ചയിൽ അല്ല നമുക്കൊരു ചാൻസ് തരുന്നുണ്ട്. ഓഫറുകളാണ്, ഓരോ ഓഫറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുമ്പിലേക്ക് വെക്കുന്നത്. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ എന്ത് ചെയ്യും? അല്ലാഹു നമുക്ക് എന്ത് ചെയ്യാണ്? അതിൻ്റെ ഇടയിലുള്ള പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരും. അത് കഴിഞ്ഞിട്ടോ വീണ്ടും അല്ലാഹു പറയാണ്, വെള്ളിയാഴ്ച അസറിന് ശേഷം മഗ്രിബിൻ്റെ ഇടയിൽ ഒരു സമയമുണ്ട്. ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന അല്ലാഹ് നമുക്ക് വാഗ്ദാനം ചെയ്യാണ്. അല്ലാഹ് നമ്മളോട് പറയാണ്. അല്ലാഹ് വാഗ്ദാനം ലംഘിക്കുന്നവനാണോ? ഒരിക്കലും അല്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി മാസത്തിലായിക്കോട്ടെ, അയ്യാമുൽ ബീദ്, നോമ്പുകാരൻ്റെ പ്രാർത്ഥന, അങ്ങനെ ഒരുപാട്. അതുപോലെ ഓരോ കൊല്ലവും ഏറ്റവും വലിയ മെഗാ ഓഫറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുമ്പിൽ വെച്ചത്. എന്താണത്? അതാണ് ഷഹറുർ റമദാൻ, റമദാൻ മാസം എന്ന് പറയുന്നത്. ആ മാസം അള്ളാഹു പറയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നന്നാവാൻ സാധ്യതയുള്ള, നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാസമാണ് റമദാൻ. ആ സമയത്ത് ഒരാളുടെ പാപം പുറത്തിട്ടില്ലെങ്കിൽ അവന് നാശം എന്നാണ് പറഞ്ഞത്. എന്നിട്ടോ നന്നായില്ലെങ്കിൽ നശിച്ചു പോട്ടെ എന്ന് മലക്കുകൾ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആലോചിക്കണം, ആ സമയത്ത് നോമ്പായിട്ടും ഒരു മാറ്റവും ഇല്ലാതെ ഇതേപോലെ തോന്നിവാസികളെ പോലെ നടക്കുന്ന ആളുകൾ എന്തു ചെയ്യും? അള്ളാഹു ഓരെ ശപിക്കും. അവന് പിന്നെ നന്നാവില്ല എന്ന് പറഞ്ഞാൽ അതിന് ആരാമീൻ പറഞ്ഞ്? അതിന് റസൂൽ ആമീൻ പറയുകയാണ് ചെയ്ത്. മക്കളെ, ഒരിക്കലും റബ്ബേ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകളിൽ എൻ്റെ മക്കളും ഞാനും നിങ്ങളും നമ്മുടെ ടീച്ചേഴ്സ് ആരും ഉൾപ്പെടാതിരിക്കട്ടെ. ആ സമയത്ത് ഇൻഷാ അല്ലാഹ് റമദാനോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ തിന്മകളും മാറി സ്വർഗത്തിൻ്റെ വാതിലുകൾ ഇങ്ങനെ തുറന്നു വെക്കുന്ന സമയത്ത് ആ സമയത്ത് അവിടേക്ക് എന്ത് ചെയ്യണം? ആ സ്വർഗത്തിൻ്റെ വാതിലിലൂടെ റമദാൻ കാരണം കടന്നു പോകുന്ന ആളുകൾക്ക് ഒരു എന്തുണ്ട്? നോമ്പുകാർക്ക് വേണ്ടി കടന്നു പോകാൻ ഒരു വാതിലുണ്ട്. എന്താ വാതിലിൻ്റെ പേര്? റയ്യാൻ. നിങ്ങൾ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്, ഒരുപാട് ആളുകൾ തിങ്കളും വ്യാഴൊക്കെ നോമ്പെടുക്കുന്ന മക്കളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ പ്രായത്തിൽ നിങ്ങൾ നോമ്പെടുക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എന്താ പറയുക, ഐ വുഡ് റെസ്പെക്റ്റ് യു ഫോർ ദാറ്റ്. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഇൽമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് ആ ഒരു ചാൻസ്, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ആളുകൾ നോമ്പെടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആരാ? സഹറ. ബാറക്കല്ലാഹ്. അങ്ങനെ നിങ്ങൾ നോമ്പെടുക്കുമ്പോൾ ഒരുപാട് നോമ്പെടുത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ മരിക്കൂലേ മക്കളെ? നമ്മൾ മരിക്കൂലേ? മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോകും. നമ്മളെ റൂഹിനെ മരിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ ഇങ്ങനെ 7 ആകാശത്തേക്ക് നമ്മളെ റൂഹിനെ എടുക്കും എന്നാണ്. അത് നല്ല ആത്മാവാണെങ്കിൽ എന്താ സംഭവിക്കുക? നല്ല ആത്മാവാണെങ്കിൽ നമ്മളെ റൂഹായിട്ട് മലക്ക് ഇങ്ങനെ പോയിട്ട് ആദ്യം 1-ാം ആകാശത്തെത്തും. 1-ാം ആകാശത്തെത്തി നല്ല റൂഹാണെങ്കിൽ ഓരോ മലക്കുകൾ ഇങ്ങനെ വിളിക്കും, ഇതിലേ പോരെ, ആ റൂഹിനെ ഇങ്ങോട്ട് കൊണ്ടുവരും, ഇതിലേ കയറ്റാൻ പറഞ്ഞിട്ട് മലക്കുകൾ ഇങ്ങനെ നമ്മളെ സ്വാഗതം ചെയ്യുന്നതാണ്. എന്നിട്ടോ അത് കഴിഞ്ഞ് അടുത്ത ആകാശം അത് കഴിഞ്ഞിട്ട് ആലോചിക്കണം, നാളെ മഹ്ശറയിൽ ഇൻഷാ അല്ലാഹ്, നാളെ മഹ്ശറയിൽ ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ജനങ്ങൾ ഇങ്ങനെ ആ മഹ്ശറയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ എന്ത് കൊണ്ടുതരും? നമ്മുടെ കർമ്മങ്ങളുടെ കിതാബ് നമ്മളെ കയ്യിലേക്ക് കൊണ്ടുതരും. നിങ്ങൾക്ക് എല്ലാവർക്കും കിതാബ് ഏത് കയ്യിലാണ് വേണ്ടത്? നമ്മളെ വലത് കയ്യിൽ കിട്ടണം അല്ലേ? ആ വലത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് സ്വർഗത്തിൻ്റെ വാതിലുകളിങ്ങനെ തുറക്കുമ്പോൾ ആ സ്വർഗത്തിൻ്റെ വാതിലായിട്ടുള്ള ആ റയ്യാൻ എന്ന് പറയുന്ന വാതിലിലൂടെ നിങ്ങളെ പേരിങ്ങനെ വിളിക്കുകയാണ്. സഹറ വത്തുൽ. സഹറ, എൻ്റെ ഉപ്പൻ്റെ പേരെന്താ മോളെ? നമ്മളെ വാപ്പൻ്റെ പേരും കൂടി വിളിച്ചിട്ടാണ് യാ ആയിഷ ഹിബ ഇബ്നു അബ്ദുൽ ലത്തീഫ്, ഇതിലേ കയറ്. നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ രോമം എടുത്തു പിടിക്കില്ലേ? നിങ്ങളുടെ പേര് നിങ്ങളെ വാപ്പൻ്റെ പേരിൻ്റെ കൂടെ ചേർത്തിട്ട് ഓരോ വാതിലിലൂടെയും എന്ത് ചെയ്യാണ് മക്കളെ? നമ്മളെങ്ങനെ സ്വർഗത്തിലേക്ക് വിളിക്കണ ഒരു രംഗം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റണ്ടോ? ചിന്തിക്കണം നിങ്ങൾ. ആ വാതിൽ, അതിൽ നിങ്ങൾക്ക് തീരുമാനിക്കുക. 8 വാതിലുണ്ടെങ്കിൽ അതിലേത് വാതിലിലൂടെ നമുക്ക് പോകണം എന്നുള്ളത്. നോമ്പിൻ്റെ വാതിലോ
ദിക്റെടുക്കുന്നവൾക്ക്, ദാക്കിരീങ്ങളായ ആളുകൾക്ക്, എപ്പോഴും അള്ളാഹിൻ്റെ എന്താ പറയുക ഓർമ്മകളിൽ ദിക്റിൽ മുഴുകുന്ന ആളുകൾക്കുള്ള വാതിലുണ്ട്. അങ്ങനെ പല 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 വാതിലുകളുണ്ട്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ തീരുമാനിക്കണം, ആ ബാബുർ റയ്യാനിലൂടെ നിങ്ങൾ ഓരോരുത്തരുടെ പേരും മലക്കുകൾ ഇങ്ങനെ വിളിക്കണം ഇൻഷാ അല്ലാഹ്. അതിനെന്ത് ചെയ്യണം? നിങ്ങളെ നോമ്പ് നല്ല പെർഫെക്റ്റ് ആവണം. ആ നോമ്പ് പെർഫെക്റ്റ് ആവാൻ, ആ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ നിമിഷം മുതൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. റബ്ബേ, ഈ വരുന്ന റമളാൻ ഇത്രയും കാലം കഴിഞ്ഞ റമളാൻ പോലെ ആക്കല്ലേ. അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായി ഓരോ നിമിഷവും ഉപകാരപ്പെടുന്ന എല്ലാ പ്രാർത്ഥനകളും നീ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്ന ഒരു റമളാനാക്കി ഈ റമളാൻ മാറ്റണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ റമളാൻ പൂർത്തിയാക്കാനുള്ള തൗഫീക്കും ആരോഗ്യവും ഉണ്ടാവണേന്ന് നിങ്ങൾ ഈ നിമിഷം മുതൽ ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിച്ചു തുടങ്ങണം. പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഒരുവൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്യില്ല, ഞാൻ ഉത്തരം തരാതിരിക്കില്ല എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നും അസറിന് ശേഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ആ സമയത്ത് അസറിന് ശേഷം മഗ്രിബിൻ്റെ ഇടയിൽ കുറച്ച് സമയം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. അസറിന് ശേഷം അദ്കാർ ചെല്ലൂലേ, ആ അദ്കാർ കഴിഞ്ഞാൽ പിന്നെ നിരന്തരമായിട്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ? പ്രാർത്ഥിക്ക്. റബ്ബേ, ഈ പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള ക്ഷമ നീ എനിക്ക് തരണേ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രാർത്ഥിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരുവൻ റമളാൻ വന്നെത്തുകയും അവൻ്റെ തിന്മകൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് കേട്ടോ, പൊറുക്കപ്പെടുകയും ചെയ്തിട്ടില്ല എങ്കിൽ അവൻ നശിക്കട്ടെ എന്ന് മലക്കുകൾ പറയുകയും ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ പറയുകയും ചെയ്തു എന്ന് പറയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ നമ്മളെ നിയ്യത്ത് ഇപ്പം ശരിയാക്കണം. ഇൻഷാ അല്ലാഹ് ഇപ്പം നിങ്ങളെ നിയ്യത്ത് ശരിയാക്കണം. ഈ റമളാനിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. എനിക്കറിയാം എൻ്റെ വീക്ക് പോയിന്റ് എന്താണ്, എൻ്റെ മൈനസ് എന്താണ്, എനിക്ക് ഇന്ന ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്. ഞാൻ വല്ലാതെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ വെറുതെ ആവശ്യമില്ലാത്തത് കാണുന്ന ആളാണ്, ഞാൻ ആവശ്യമില്ലാത്തത് കേൾക്കുന്ന ആളാണ്, ഞാൻ കളവ് പറയുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന വേണ്ടാത്ത സ്വഭാവം ഉണ്ട്. റബ്ബേ, ഈ റമളാനോട് കൂടി ഒരു നല്ല കുട്ടിയായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന രൂപത്തിൽ ഈ റമളാൻ എനിക്ക് ആക്കി തരണേ എന്ന് പറഞ്ഞ് നിങ്ങളെ റമളാനും ഈ മാസം ഓരോ ദിവസത്തെ റമളാനിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്, നിങ്ങളെല്ലാവരും ഒരു പ്ലാനർ ഉണ്ടാക്കണം. റമളാൻ പ്ലാനർ നല്ല ഭംഗിയായിട്ട് ഒരു പേജ്, ഒരു A4 ഷീറ്റ് എടുക്കുക. ഓക്കെ, റമളാൻ ആവുന്നതിന് മുമ്പ് ഒരു A4 ഷീറ്റ് എടുക്കുക. ആ A4 നല്ല ഭംഗിയായിട്ട് നിങ്ങൾ നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുക. ആ ചെയ്ത് കഴിഞ്ഞ് ഓരോ ദിവസം അല്ലെങ്കിൽ ആ ഒരു മാസത്തിൻ്റെ ഇടയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഈ റമളാനിൽ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇന്ന കാര്യം ചെയ്യും, ഞാൻ ഇത്ര ജ്യൂസ് കംപ്ലീറ്റ് ചെയ്യും, ഞാൻ ഖുർആനിൽ നിന്ന് ഇത്ര ഞാൻ മനഃപ്പാഠമാക്കും, ഞാൻ എൻ്റെ ഈ ഒരു സ്വഭാവം, ഞാൻ ഒരുപാട് മൊബൈൽ ഫോൺ നോക്കുന്നുണ്ട്, എൻ്റെ ഒരുപാട് സമയം ഞാൻ കളയുന്നുണ്ട്, ഇനി എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ഞാൻ സമയം കുറയ്ക്കും, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ മൊബൈൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഒരു റമളാൻ പ്ലാനർ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോ ദിവസം എണീക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ അദ്കാർ, രാവിലത്തെയും വൈകുന്നേരത്തെ അദ്കാർ ഈ റമളാനോട് കൂടിയിട്ട് ഞാൻ മിസ്സാക്കൂല ഇൻഷാ അല്ലാഹ്, ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും എഴുതി വെക്ക്. എല്ലാവരും എഴുതി വെക്കും. ഇൻഷാ അല്ലാഹ് ഞാനും എഴുതാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു റമളാൻ ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം, ഈ റമളാനിൽ ഞാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് ഞാൻ എഴുതി, എന്നിട്ട് ലാസ്റ്റ് നമുക്കതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അതിൽ എത്ര നിങ്ങൾ ടിക്കറ്റ് എന്നുള്ളത് അത് നിങ്ങൾക്ക് ഉണ്ടല്ലോ, അതിങ്ങനെ ഓരോന്ന് ടിക്കറ്റ് പോകുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ അതൊന്നും എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, റമളാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നോമ്പിൻ്റെ കുറേ ഫർളുകളുണ്ട്, നോമ്പിൻ്റെ സുന്നത്തുകളുണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കുറേ സാധനങ്ങളുണ്ട്. ഇതെന്ത് ചെയ്യണം മക്കളെ? നിർബന്ധമായിട്ട് പഠിക്കണം. ഒരു ഹദീസ് ഉണ്ട്, എന്താണ്? ത്വലബുൽ ഇൽമു ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. എന്താണ്? ചില കാര്യങ്ങൾ ദീനിൽ പഠിക്കൽ എന്താണ്? ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമാണ്. അപ്പം നമുക്ക് അറിയാൻ പറ്റില്ലേ, ഇത് നോമ്പിൻ്റെ നിർബന്ധേനു, അത് ശരി, ഇത് സുന്നത്താണ്, എനിക്ക് അറിയില്ലായിരുന്നു, പറയാൻ പറ്റില്ല. അറിയില്ലെന്ന് പറയാം, അത് ആദ്യം പറയുന്നതിനാണ് അള്ളാഹ് ഈ കാര്യം നമ്മളോട് ആദ്യം പറഞ്ഞത്. എന്താണ്? ത്വലബുൽ ഇൽമു ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. എല്ലാ മുസ്ലിമിൻ്റെ മേലെയും ഇത് ഫർളായിട്ടുള്ള കാര്യമാണ് മക്കളെ. ഫർളായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കൽ നമ്മളെ മേൽ നിർബന്ധമാണ്. അപ്പം നോമ്പിൻ്റെ ഫർള് എന്താണ്, നോമ്പിൻ്റെ സുന്നത്ത് എന്താണ്,
അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് പഠിക്കണം. അടുത്ത നസിയ സെഷനിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അതേപോലെ ഒരു ചെറിയൊരു കാര്യം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കുല്ലു അമല ഇബ്നി ആദമ ലഹു ഇല്ലാ സിയാം. എന്താണ്? ആദം സന്തതികളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവർക്കാണ്. അതായത് എല്ലാ ഇബാദത്തുകളും ആദം സന്തതികളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യണത്. നിസ്കരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ദിക്ർ എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ദുആ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, അതാണ് നോമ്പ്. പക്ഷെ ആർക്കുള്ള? അതെനിക്കുള്ള. ആരാ പറയണേ? അല്ലാഹു അസ്സ വജൽ പറയാണ്, ആദം സന്തതികളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്കാണ്, പക്ഷേ നോമ്പ് എനിക്കുള്ളതാണ്. അതിൻ്റെ പ്രതിഫലം ആരാ നിശ്ചയിക്കണത്? പ്രതിഫലം നിശ്ചയിക്കുന്നത് അല്ലാഹുവാണ്. അതായത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരാളോട്. ഇപ്പം നമുക്കറിയാം എന്താണ്, ഇമാമായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇമാമായിട്ട് ഇമാമായിട്ട് നിസ്കരിക്കുമ്പോൾ നമുക്കറിയാം എത്ര ഇരട്ടി പ്രതിഫലമുണ്ട്. 27 ഇരട്ടി പ്രതിഫലമുണ്ട്. അങ്ങനെ അതിന് ചില കാര്യങ്ങൾക്ക് അള്ളാഹു ഓൾറെഡി പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ നോമ്പിൻ്റെ കാര്യത്തിൽ അള്ളാഹ് എന്താ പറയുന്നത്? പ്രതിഫലം അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ല. അത് ആ സമയം നോക്കി നിങ്ങളെ നീയത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ, അതിനുള്ള പ്രതിഫലം. അപ്പോൾ ഇപ്പോൾ ചില ആൾക്കാർ എന്നെ സംബന്ധിച്ച് നോമ്പൊക്കെ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. നോമ്പെടുക്കൽ എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. നോമ്പെടുക്കുന്ന അരമണിക്കൂർ മുമ്പ് ഞാൻ ആകെ അവശയായി എന്നെ ആരെങ്കിലും കോരിയെടുത്ത് കൊണ്ടുപോയിട്ട് എവിടേക്കും കൊണ്ട് ഇരുത്തേണ്ടി വരും. ബിക്കോസ് ഓൾറെഡി എന്താ പറയുക, കുറച്ച് ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നോമ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ ഓക്കെയാണ്, പ്രശ്നമില്ല. ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞാൽ തുടങ്ങും എൻ്റെ പൊന്നെ, പിന്നെ ഇന്ന് ശരീരം ആരെങ്കിലുമൊക്കെ ഒന്ന് എണീറ്റ് നിർത്തി തരണം. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് എടുക്കുന്നവരുണ്ടാവും. ചിലവർക്ക് നോമ്പെടുത്താലും കുഴപ്പമില്ല, എടുത്തില്ലേ ഭയങ്കര എനർജി വറക്കല്ല. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചിലപ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ ചിലപ്പോൾ വിചാരിക്കും, ഇത്ര കഷ്ടപ്പെട്ട് എടുക്കണോട് ചിലപ്പോൾ അള്ളാഹ് എനിക്ക് കുറച്ച് കൂലി കൂട്ടി തരിയിരിക്കും. അതൊന്നും പറയാൻ പറ്റില്ല. കാരണം പ്രതിഫലം നിശ്ചയിക്കണ ആരാണ്? അത് റബ്ബാണ് പ്രതിഫലം നിശ്ചയിക്കണം. അപ്പോൾ നല്ല നീയത്തുണ്ടെങ്കിൽ, നിങ്ങളെ നീയത്ത് പ്രോപ്പർ ആണെങ്കിൽ, നീയത്ത് പ്യുവർ ആണെങ്കിൽ അതിനനുസരിച്ച് എന്തുണ്ടാവും? ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രതിഫലം അള്ളാഹു നിശ്ചയിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ നീയത്ത് ശരിയാക്കണം, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഓക്കെ, മാക്സിമം എന്ത് ചെയ്യാൻ ശ്രമിക്കുക? റമദാൻ്റെ ഓരോ നിമിഷങ്ങളും മുതലെടുക്കാൻ ശ്രമിക്കണം, മുതലാക്കണം. 30 ദിവസം അങ്ങോട്ട് എന്ത് ചെയ്യുക? എത്ര കൂലി എടുക്കാൻ പറ്റുമോ? ഒന്ന് ഇമ്മനെ സമൂസ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ കൂലിയുണ്ട്. പിന്നെ അതറിയില്ല അത് നാം അടിച്ച മക്കളെ. ഓരോ വിഷയത്തിലും ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വെറും നിസ്കരിക്കലും നോമ്പെടുക്കലും അല്ല. ഇബാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനും നിങ്ങളെ നീയത്ത് പ്യുവറാക്കിയാൽ, നീയത്ത് നന്നാക്കിയാൽ എന്തുണ്ട്? അത് ഇബാദത്തായിട്ട് മാറും. അത് നിങ്ങൾ ഇമ്മനെ അനുസരിക്കണമായിക്കോട്ടെ, നിങ്ങളപ്പൻ അനുസരിക്കണമായിക്കോട്ടെ, വീട് അടിച്ചു വാരണമായിക്കോട്ടെ, തുടയ്ക്കുന്നതായിക്കോട്ടെ. ഇനിയിപ്പോൾ നമ്മളെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നിങ്ങളെ സുഹൃത്തുക്കൾ തമ്മിൽ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഹെൽപ്പ് ചെയ്യാണ്, നിങ്ങൾ ഹിദ്മത്ത് ചെയ്യുകയാണെങ്കിൽ അതിലൊരു നിയത്തുണ്ടാവണം. ഞാൻ ഈ കുട്ടീനെ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ റബ്ബിൻ്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി, എനിക്കിതിൻ്റെ കൂലി വേണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണത്. അല്ലാതെ ആ കുട്ടി കുറച്ച് പൈസക്കാരിയാണ്, കുറച്ച് റിച്ചാ, അവൾ അടുത്ത മാസം ദുബായ് പോകുന്നുണ്ട്, തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോഴേ കുറച്ച് സോപ്പിട്ട് നിന്നാലേ വരുന്ന സമയത്ത് എന്തെങ്കിലും ഓഹരിയൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് നിങ്ങളെ നിയത്തെങ്കിൽ കഴിഞ്ഞ്. അത് മുട്ടായോടുകൂടി തീർന്ന്, ആ മുട്ടായി നിങ്ങൾ തിന്നും, അത് കഴിഞ്ഞ് ഖലാസ് അല്ല. അപ്പോൾ നമ്മൾ നിയത്ത് എന്തായിരിക്കണം? ഞാൻ ഈ കുട്ടിക്ക് ഞാൻ പെന്ന് കൊടുക്കുകയാണ്, ആ കുട്ടിക്ക് പെന്നില്ല, ഞാൻ ഈ പെന്ന് കൊടുക്കുന്നത് നാളെ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് എനിക്ക് കൂലി കിട്ടണം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ അത് നിങ്ങൾക്കൊരു കൂലിയുണ്ട്. അവിടെ വേറൊരു ചാൻസും കൂടി ഉണ്ട്. എന്താ അറിയോ നിങ്ങളിനി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനക്കൊരു മര്യാദ ഉണ്ട്. നമ്മൾ ചെയ്ത നന്മകൾ കൈ ഉയർത്തി അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ എടുത്ത് പറയണം, റബ്ബേ ഞാൻ ആ കുട്ടിക്ക് പെന്ന് കൊടുത്ത് എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹുവിൻ്റെ പ്രിയ, അതുകൊണ്ട് എനിക്ക് റബ്ബേ ഇന്ന സാധനങ്ങൾ ഇനി എനിക്ക് തരണം. അങ്ങനെ അത് അള്ളാഹിനോട് നമുക്ക് പറയാം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദുആ അങ്ങനെയാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദുആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത നന്മകളുണ്ടല്ലോ. റബ്ബേ ഇന്നിൻ്റെ വീട്ടിൽ ഒരു പിച്ചക്കാരി വന്ന്, അല്ലെങ്കിൽ ഒരു ഫക്കീറായുള്ള ആൾ വന്ന്, ഞാൻ എൻ്റെ കൈമതി ഞാൻ കൂട്ടി വെച്ചതിന് 10 ഉറുപ്പ്യ കൊടുത്തു. റബ്ബേ നിങ്ങളെ കൈമൽ 20 ഉറുപ്പ്യ ഉണ്ടാവുള്ളൂ. നിങ്ങളെ കയ്യിൽ 20 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ആ 10 ഉറുപ്പ്യ നിങ്ങൾ കൊടുത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ കുറവ്? നിങ്ങൾ 10 ഉറുപ്പ്യല്ല മക്കളെ നിങ്ങൾ കൊടുത്തില്ല വിചാരിച്ചോ,
നിങ്ങൾ പേഴ്സ് പോയി തുറന്നു നോക്കിയപ്പോൾ 5 പൈസ കൈമയില്ല. എൻ്റെ കയ്യിൽ ഒരു 5 ഉറുപ്പ്യ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. അതാണ് മക്കളെ നമ്മളെ റബ്ബ്, അതാണ് റബ്ബിൻ്റെ റഹ്മത്ത്, അതാണ് അർ-റഹ്മാനു റഹീം എന്ന് പറയാൻ കാരണം. നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നീയത്തുണ്ടോ നമ്മളെ റബ്ബ് എന്ത് തരും? അതിനുള്ള പ്രതിഫലം ഇൻഷാ അല്ലാഹ് നമുക്ക് തരും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എടുത്തെടുത്ത് പറയാം. ഞാൻ ആ കുട്ടിക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്ത് റബ്ബേ, ഞാൻ ഇന്ന് അടിച്ചു വാരി, എൻ്റെ അമ്മ ഇന്ന് ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ കൺട്രോൾ ചെയ്ത് പിടിച്ചെന്ന് റബ്ബേ, അതുകൊണ്ട് എനിക്ക് ക്ഷമ തരണം, എനിക്ക് ഇന്നത് തരണം, എനിക്ക് ഹൈറ് തരണം, എന്തൊക്കെ നിങ്ങൾക്ക് വേണോ നിങ്ങൾ പ്രാർത്ഥിച്ചോ. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ദുആ ചെയ്യാനായിട്ട്, ഓരോ നന്മകളും. അപ്പോൾ അതിങ്ങനെ അള്ളാഹിനോട് എടുത്തു പറയാൻ ചില ആൾക്കാരിങ്ങനെ പറയും, അള്ളാഹ് അങ്ങനെ ഇപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയാം ഒന്നുമില്ലാന്ന്. ഓക്കെ, നമ്മൾക്ക് ഇപ്പം എന്താ ഇപ്പം എടുത്ത് പറയാം? ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഒരു നന്മകളും ചെയ്തിട്ടുണ്ടാവില്ല. ഭയങ്കര ചില ആൾക്കാരുണ്ട്, ഒരുമാതിരി സ്വഭാവമായിരിക്കും, ഒരു പരിക്ക സ്വഭാവമായിരിക്കും. എന്തെങ്കിലും ചോദിച്ചാൽ ഒന്ന് ഇത് ഹെൽപ്പ് ചെയ്യോ? ഇല്ലേ, നമുക്ക് എന്താ കയ്യില്ലേ, നമുക്ക് എന്താ കാലില്ലേ, നമുക്ക് ചെയ്താൽ പോരാ, അങ്ങോട്ട് ഒന്ന് നോട്ട്ബുക്ക് നോക്കാൻ തരാം, നോട്ടൊന്നും നോക്കാൻ തരില്ല, എനിക്ക് പഠിക്കാനുള്ള. എന്ത് ചോദിച്ചാലും എന്താ നമ്മൾ ഇവിടെ കോഴിക്കോടാണെങ്കിൽ അങ്ങനത്തെ ആളുകൾ നമ്മൾ കൊസറാക്കൊള്ളികളെന്ന് വിളിക്കും. എന്ത് പറഞ്ഞാലും കൊസറാണ് അല്ലേ? അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ എന്നോട് അല്ലെങ്കിൽ ഹിബ മാമിനോടോ അല്ലെങ്കിൽ ജസീന മാമിനോടോ ഒക്കെ ചീത്ത വെക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ക്ഷമിക്കണം. റബ്ബേ, ഹിബ മാമിൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടി, ഞാൻ ഒരു അക്ഷരം ഹിബ മാമിനോട് പറഞ്ഞിട്ടില്ല, ഞാനത് ക്ഷമിച്ചു. ആ ക്ഷമക്ക് നിങ്ങൾക്ക് പ്രതിഫലം കൊണ്ടാ പറഞ്ഞാൽ മക്കൾ അതൊരു ചാൻസാണ്, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക, നിങ്ങൾ നിയ്യത്ത് നന്നാക്കുക, അമലുകൾ ഒരുപാട് വർദ്ധിപ്പിക്കുക, മാക്സിമം റമദാൻ മുതലാക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു റമദാൻ മാസം നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാസമാക്കി ഈ ഒരു റമദാൻ ആക്കി തരുമാറാകട്ടെ. എല്ലാ പാപങ്ങളും റബ്ബേ, നമ്മളെല്ലാവരും പാപികളാണ്. ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന മക്കളും നിങ്ങളും ഒരുപാട് പാപങ്ങൾ ചെയ്ത മക്കളാണ്. നമ്മൾ ഒരുപാട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് റബ്ബേ. ആ പാപങ്ങളെല്ലാം, എല്ലാ കാര്യങ്ങളും റബ്ബേ നീ നിൻ്റെ കരുണ കൊണ്ട്, നീയാണ് അൽ ഗഫൂർ, നീയാണ് ഏറ്റവും പൊറുക്കുന്നവൻ റബ്ബേ. എൻ്റെ എല്ലാ പാപങ്ങളും നീ എനിക്ക് പുറത്തു തന്നെ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. റബ്ബേ, പാപങ്ങൾ പൊറുക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവനാണ് നീ, ഞാൻ കേട്ടിട്ടുണ്ട്. നീ പാപങ്ങൾ പൊറുക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അതുകൊണ്ട് റബ്ബേ നീ എൻ്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് പുറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ റഹ്മാനെ. യാ മുഅ്മിൻ യാ മുഹൈമിൻ അൽ അസീസ് അൽ ജബ്ബാർ. നിൻ്റെ സംസാരമായിട്ടുള്ള ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീയാണ് അൽ ഹബീർ, നീയാണ് ഏറ്റവും വലിയവൻ, നീയാണ് അൽ ഹബീർ. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഏറ്റവും നന്നായി അറിയുന്നവൻ നീയാണ് റബ്ബേ. എൻ്റെ ഹൃദയത്തിനെ നീ മാറ്റി നല്ല മുത്തഖീങ്ങളുടെ ഹൃദയത്തിലേക്ക്, ആ ഒരു ഹൃദയത്തിലുള്ള പോലെ ഹൃദയങ്ങളാക്കി നമ്മളെല്ലാവരുടെ ഹൃദയങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. എൻ്റെ എല്ലാ പാപങ്ങളും പുറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.